പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ എല്ലാ സൺഡേയിലും പോലെ സ്വർണ്ണവർഷമായിട്ട് ഇതേ ഞാൻ എത്തിയിട്ടുണ്ട്. സ്വർണ്ണവർഷത്തിൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാലോ. സ്വർണ്ണമാണ് സമ്മാനം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഗെയിമൊന്നും നമ്മൾ പറയണ്ട, ലക്കിൻ്റെ ഒരു കളിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക, വിളിച്ചു കഴിഞ്ഞിട്ട് ദേ ഇതിൽ നിന്ന് ഒരു ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുക, എന്നോട് പറയുക. ഞാനത് ചെന്ന് തുറന്ന് നോക്കുന്നു, അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തരുന്നു. ഇത്രയും ഉള്ളൂ നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുത്ത് ഈ സൺഡേ ഐശ്വര്യമായിട്ട് സ്വർണ്ണമൊക്കെ നേടാനുള്ള അവസരമാണ്. അപ്പോൾ അത് മിസ് ചെയ്യേണ്ട. എന്നോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതേ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഓർണമെൻറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സെറ്റ് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഇത് ഈ പറയുന്നത് ഇത് ഡയമണ്ട്സ് ആണ്. നല്ല ഡിസൈൻ അല്ലേ, സിമ്പിളാണ്, ഭയങ്കര ഭംഗിയുണ്ട്. ഈ ഒരു സ്റ്റോൺ ഉള്ളതുകൊണ്ട് എൻ്റെ ഡ്രസ്സിന് നല്ല ചേരുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇയറിങ്ങും കുഞ്ഞാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അല്ലേ. 2 സെറ്റായിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല മാച്ചിങ് ആയിട്ട് സെയിം സ്റ്റൈലിലുള്ള ബാങ്കിളും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എവിടെ നിന്നാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവരാത്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഓഫേഴ്സും ഒക്കെ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഒപ്പം എടുത്ത് പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സ്വർണത്തിൻ്റെ പണിക്കൂലി 50% ആണ് കുറവിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട്സിന് ഓഫേഴ്സ് ഉണ്ട്. അതായത് ഡയമണ്ടിന് ക്യാരറ്റിന് 12,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യരുത് എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹായ്, പ്രസന്ന. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്ന് പ്രസന്ന ചേച്ചി അല്ലേ? ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. മഴയാണല്ലേ? ഓക്കെ. ഇവിടെ ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മഴ ഇടയ്ക്ക്. ഇന്നിപ്പോ വെയിലാണോ അതോ മഴയാണോ? ഇന്നെങ്ങനെയാ? ഇന്ന് നല്ല മഴയാണ്. ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. കണ്ടു തിരുവനന്തപുരത്ത് നല്ല മഴ ആണല്ലേ? ഓക്കെ. നമ്പർ സെലക്ട് ചെയ്തോ ചേച്ചി? നമ്പർ സെലക്ട് ചെയ്തോ? നമ്പർ സെലക്ട് ചെയ്തു. ഏതാണ് നമ്പർ? 48. ഓക്കെ. ഇന്നിപ്പോ 48 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ആ നമ്പറിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? കാരണമൊന്നുമില്ല, അങ്ങനെ ചൂസ് ചെയ്തു, നോക്കി ഉണ്ടെന്ന് തോന്നി അല്ലേ? നമുക്ക് നോക്കിക്കളയാം. ഇത്തവണ സ്വർണം 48 സ്വർണം ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, നോക്കട്ടെ. 48 പ്രസന്ന ചേച്ചിക്ക് സ്വർണമുണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഫോണ് കിട്ടുന്നു, അപ്പൊ സംസാരിക്കുക, അതൊക്കെ ഒരു ഇതല്ലേ. അതാണ് പങ്കെടുക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. കിട്ടുമ്പോ കിട്ടട്ടെ. എനിക്ക് കിട്ടിയിട്ടുണ്ട്, 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതെ 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇനി കിട്ടണം, ഇനിയും കിട്ടും. അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ. പിന്നെ നമ്മൾ തമ്മിലിങ്ങനെ സംസാരിക്കുമ്പോ അതൊരു. അതെ ചേച്ചിയുടെയാണ് ഇന്നത്തെ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം ചേച്ചി. ശരി, ബൈ. ശരി, ബൈ.
ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആളാണ്. ഫസ്റ്റ് കോളിൽ തന്നെ ആ ഒരു എനർജി ഇങ്ങോട്ട് പകർന്നു തന്നു എന്നുള്ളതാണ് അല്ലേ. കിട്ടിയില്ലെങ്കിലും സാരമില്ല, സംസാരിക്കുന്നതിലാണ് ഒരു സന്തോഷം അല്ലേ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുക, നന്നായിട്ട് സംസാരിക്കുക വിളിക്കുന്ന സമയത്ത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോളിലൂടെ മാത്രമല്ല കേട്ടോ പങ്കെടുക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാൻ പറ്റും. 8086014443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, ഒപ്പം നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്സപ്പിലൂടെയും വിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:45 വരെ മാത്രമേ നമുക്ക് വാട്സപ്പിൽ അയക്കാനുള്ള ഒരു ടൈമുള്ളൂ. ആ ടൈമിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ വാട്സപ്പ് വിന്നേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ പക്ഷേ സ്പെഷ്യലായിട്ട് നമ്മൾ വാട്സപ്പ് വിന്നേഴ്സിനെ ടൈമിൻ്റെ ഇടയ്ക്കുന്നും കണ്ടെത്താറുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ലാസ്റ്റിലോട്ട് അയക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ജയചന്ദ്രൻ, പാലക്കാട്. ജയചന്ദ്രൻ, പാലക്കാട്. ഓക്കെ, പ്രസന്റ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? ഫൈൻ. ഓക്കെ ഏട്ടാ, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 54. 64, 64 അല്ലേ? 64. 54. ഓക്കെ, 54 ആണ് ചേട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത്തവണ സ്വർണം നേടുമോന്ന്. സെക്കൻഡ് കോൾ ആണ്. ലെറ്റ്സ് സീ. 54-ൽ ഗോൾഡ് ഇല്ലല്ലോ. സാരല്ല കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. ഇനി ഇതുപോലെ വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ജയചന്ദ്രൻ ചേട്ടനും കിട്ടിയിട്ടില്ല. ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയല്ല, നിങ്ങളൊന്ന് വിളിച്ച് പരീക്ഷിക്കാം. മേ ബി നിങ്ങൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ കിട്ടിയെന്ന് വരും. ലക്കുണ്ട് എന്നുണ്ടെങ്കിൽ. ലക്കൊരു വലിയ ഫാക്ടറാണ് കേട്ടോ. എന്നും ഇപ്പം ചില ആൾക്കാർക്ക് ഇതുവരെ ലക്ക് ബേസ് ചെയ്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഹാർഡ് വർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് ലക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എപ്പോഴാണ് ലക്ക് വരുന്നതെന്ന് ആർക്കും അറിയില്ല. മേ ബി ഈ ഒരു മൊമെൻറ്റിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാത്തൊരു ട്രൈ ആണ്. വിളിക്കുക, പങ്കെടുക്കുക, വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? എറണാകുളത്ത് നിന്ന് ഉമേഷ് അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്നേ? തുണിക്കടയിൽ വർക്ക് ചെയ്യാണ് അല്ലേ? ഓക്കെ, ഇന്ന് അവധിയാണോ? ഇന്ന് അവധിയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? ഞാനും ചേട്ടനും. ഓക്കെ, ചേട്ടനും മാത്രം. ബ്രദേഴ്സ് 2 പേര്. ഓക്കെ, ബ്രദറിന്റെ പേരെന്താ? മഹേഷ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നേ? 43. ഓക്കെ, 43-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 43 പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, നോക്കാം. 43-ൽ ഗോൾഡ് ഉണ്ടോ? ഇല്ല കേട്ടോ. യെസ്. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടണം. അപ്പൊ ഇനിയും വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, ചേട്ടനും കിട്ടിയിട്ടില്ല. സാരമില്ല, തേർഡ് കോളറിലോട്ട് നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് സമയം ബാക്കി കിടപ്പുണ്ട്. ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട് അല്ലേ? ഒരുപാട് കോൾസ് വരാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു വിന്നറിനെ പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് വിചാരിക്കാം. പിന്നെ ഒരു വിന്നറല്ല, മൾട്ടിപ്പിൾ വിന്നേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. കാര്യം മൾട്ടിപ്പിൾ ബോക്സുകളിൽ സ്വർണ്ണം ഇരിപ്പുണ്ട്. പിന്നെ നവരാത്രി സമയമാണ്. അതുകൊണ്ട് തന്നെ നവരാത്രി ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡ് കോയിനൊക്കെ സമ്മാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈമിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിലോട്ട് വന്ന പോലെ നമുക്ക് തോന്നും അല്ലേ? അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലും അയക്കാം. അപ്പോൾ കോൾ ചെയ്തു എന്ന് പറഞ്ഞ് വാട്സപ്പിൽ അയക്കാണ്ടിരിക്കേണ്ട. വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാം. അങ്ങനെ ഒരു പ്രശ്നമില്ല. കോൾ ചെയ്തവർക്ക് വാട്സപ്പിൽ അയച്ചുകൂടാ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ, ഇതാരാണ്? മണി എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂര്. മണി ഫുൾ നെയിം ആയിട്ടുണ്ടോ? മണിന്ന് മാത്രമേ ഉള്ളോ? മണി മാത്രം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് മോള്, 2 കുട്ടികൾ, അമ്മാമ്മയാണ് ഞാന്. 2 കുട്ടികളൊക്കെ എത്രയായി ഇപ്പോ? 2 കുട്ടികള്, ഒരാള് +1 പഠിക്കുന്നു, ഒരാള് +2. +1ഉം +2 ഒക്കെ ഉള്ള കൊച്ചുമക്കളുള്ള ആളാണല്ലേ? കൊച്ചുമക്കളാണല്ലേ?
ആ ഓക്കെ, അവരെന്താ വിളിക്കുന്നത്? മണിയമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത്? ഞാന് ഒന്നും വെറുതെ ഇരിക്കുക, വയ്യ എനിക്ക്. വയ്യ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഫുഡൊക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ആ ഭക്ഷണം കഴിച്ചു. എന്തായാലും നമുക്ക് ഏതാണ് നമ്പർ ആന്റി? 17. 17 അല്ലേ? 17. ഓക്കെ, 17 നമ്മുടെ മണിയമ്മയ്ക്ക് സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. 17 ഓപ്പൺ ചെയ്യുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, ചേച്ചിക്കും കിട്ടിയിട്ടില്ല. ഇനി നെക്സ്റ്റ് കോളറിന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കോളറിൻ്റെ ലക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ കിട്ടി എന്ന് വരും. ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ബോക്സുകളാണ് ഓപ്പൺ ചെയ്തത്. 17 ചെയ്തു, 43, 48, 54 ഇതൊക്കെ ഓപ്പൺ ചെയ്തു. ഇതിലൊന്നും ഗോൾഡ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഏതിലാണ് ഗോൾഡ് ഉള്ളത് എന്ന് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഹാപ്പിയ. ആദ്യം ചെയ്യേണ്ടത് ടിവിയുടെ വോളിയം കുറയ്ക്കണം. കുറച്ചു. ഹാത്യ എന്നാണോ പേര്? ഓക്കെ, എത്രാം ക്ലാസ്സിലാ ഹാത്യ? 5ൽ. ഇപ്പഴും ടിവിയുടെ വോളിയം കുറച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ ഹാത്യക്ക്? ഉണ്ട്. ഇപ്പൊ ടിവിയുടെ വോളിയം ഒക്കെ കുറച്ചു. ഗുഡ് ഗേൾ. ഓക്കെ, സിബ്ലിങ്സ് എത്ര പേരാ ഉള്ളത്? എനിക്ക് ചേച്ചിയുണ്ട്, അനിയനുണ്ട്. ചേച്ചി അനിയനും ഉണ്ട്. എന്തൊക്കെയാ പേര്? ചേച്ചിയുടെ പേര് ഹാജിറ. അനിയനോ? അനിയന്റെ പേര് സെയ്ദലി. എല്ലാരും ഉണ്ടോ വീട്ടിലിപ്പോ? അച്ഛനും അമ്മയും ഇല്ല. ചേച്ചി അനിയനും ഒക്കെ ഉണ്ട് അല്ലേ? ചേച്ചിയും ഞാനും മാത്രമുണ്ട്. ചേച്ചിയും ഞാനും ബാക്കിയുള്ളത്. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ മോളെ? 45. 45 അല്ലേ? ആരാ പറഞ്ഞു തന്നെ 45 പറയാൻ? എന്റെ ചേച്ചിയാണോ? ഓക്കെ ഓക്കെ, നോക്കട്ടെ 45 ഗോൾഡ് ഉണ്ടോ ഹാത്യക്കെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. 45. അയ്യോ സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല കേട്ടോ, പോയോ? സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു, ബൈ. സോ ഹാത്തിക്കും കിട്ടിയിട്ടില്ല. ഇനി ആരൊക്കെയോ ലക്കുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവരൊന്ന് വിളിച്ചാലേ നമുക്ക് ആ ഒരു ഗോൾഡ് ഉള്ള ബോക്സ് ഒക്കെ ഇങ്ങനെ തുറന്ന് നോക്കാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് ഒരു ഐഡിയ ഇല്ല ഏതിലാണ് ഇരിക്കുന്നതെന്ന്. എന്തായാലും നെക്സ്റ്റ് കോളറിന് ലക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്? മണികണ്ഠൻ. എവിടെന്നാ വിളിക്കുന്നേ? പാലക്കാട് നിന്നാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ അച്ഛനമ്മ, ഭാര്യ, കുട്ടി. ആഹാ, കുഞ്ഞൊക്കെ എത്രയായി? 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പേരെന്താണ്? ശ്രീമയി. ഓക്കെ, നല്ല പേരാണ്. യെസ്. ഏതാണ് നമ്പർ ചൂസ് ചെയ്തേ? 15 ആണോ? 15. 15. ഓക്കെ ഓക്കെ, നോക്കിക്കളയാം 15 ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, നോക്കട്ടെ 15 ഗോൾഡ് ഉണ്ടോ. 15. അയ്യോ ഇല്ല. അയ്യോ സാരമില്ല. താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ. അങ്ങനെ മണികണ്ഠനും കിട്ടിയിട്ടില്ല. ഇന്ന് മണിന്ന് പേരുള്ള ഒരു ആക്ടി വിളിച്ചു, മണികണ്ഠൻ വിളിച്ചു അല്ലേ? അവർക്ക് ആർക്കും കിട്ടിയില്ല. ഇന്ന് മണി കിട്ടാനുള്ളൊരു വകുപ്പ് ഇന്നില്ലായിരുന്നു തോന്നുന്നു. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ എന്തായാലും. സോ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ബോക്സുകളെ തുറന്നിട്ടുള്ളൂ. ഒരുപാട് ബോക്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഗസ് ചെയ്യുമ്പോൾ ചിലപ്പം ആ ഒരു കറക്റ്റ് ബോക്സിൽ എത്തണമെന്നില്ല. ഇനി മുന്നോട്ട് പോകും തോറും ബോക്സുകളൊക്കെ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, വാട്സപ്പിലും അയക്കുക. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, ആലപ്പുഴന്നാണ്. കൊറേ നാളായി വിളിച്ചിട്ട്. കിട്ടണ്ടേ? ശ്രീരഞ്ജനി ചേച്ചി അല്ലേ? അതെ. സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു. കണക്ട് ആവാത്തോണ്ട് പറ്റിയില്ല അല്ലേ വിളിക്കാൻ? എന്തോ കാണുന്നുണ്ടായിരുന്നോ പ്രോഗ്രാം? കാണുന്നുണ്ട്, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിയില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത്തവണ ഏതാണ് നമ്പർ ചേച്ചി?
പിന്നെ ഇത്തവണത്തെ നമ്പർ ഏതാണ്? ഇത്തവണ ഏതാ 43 പോയി, 45 പോയി അല്ലേ? ആ ഇതൊക്കെ പോയി. 48 പോയി. പിന്നെ നോക്കട്ടെ 19. 19. ഓക്കെ 19. ഓക്കെ 19 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ വേണുഗോപാൽ ചേട്ടനൊക്കെ സുഖമല്ലേ? ആ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ മോളുണ്ട്, കൊച്ചുമോനുണ്ട്, എല്ലാരും ഉണ്ട്. അടിപൊളി. ഓക്കെ നമുക്ക് തുറന്ന് നോക്കി കളയാം. 19. ആ അയ്യോ ഇല്ല കേട്ടോ. ഇല്ല ഇല്ല. സാരമില്ല സാരമില്ല. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ എല്ലാരും എത്തിയല്ലേ വീട്ടില്? വെക്കേഷൻ എത്തിയിരിക്കാണ്. ഇപ്പൊ ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു കൊച്ചുമോൻ. ആ അങ്ങനെ വന്നു അല്ലേ? എന്താ അങ്ങനെ ഇനിയിപ്പോ അവിടെയാണ് നിക്കുന്നത്? ആ അല്ല ഹോസ്റ്റലിലാ, എന്നാലും അവധിയുള്ളപ്പോ ഇങ്ങോട്ട് പോരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. ആ പറയാം, എല്ലാരും കാണുന്നുണ്ട്. ആ അപ്പൊ ഹായ്. ഓക്കെ താങ്ക് യു സോ മച്ച് ചേച്ചി. ഓക്കെ ബൈ. ഓക്കെ നമ്മുടെ സ്ഥിരം ഒരു വ്യൂവറാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഒരുപാട് തവണ സ്വർണ്ണമൊക്കെ അടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തവണ കിട്ടിയില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിളിക്കുക, പങ്കെടുക്കുക. വളരെ ഈസി ആയിട്ട് പങ്കെടുക്കാവുന്ന ഒരു ഗെയിം ഷോ ആണ് നമ്മുടേത്. സ്വർണ്ണമാണ് സമ്മാനം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. സ്വർണം എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും എങ്ങനെ നോക്കിയാലും ഗുണമാണ് അല്ലേ? നമുക്ക് ഇഷ്ടമാണ് സ്വർണം. അതുപോലെ തന്നെ സ്വർണം ഒരു അസറ്റാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റാം എന്നുള്ള സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നെക്സ്റ്റ് കോളറിന് ലക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹായ്, ഇതാരാണ്? ഷംന. ഹലോ പറയുന്നതിന് മുന്നേ എനിക്ക് അവിടെ നിന്ന് ഒരു ബേബി കരയുന്ന സൗണ്ട് കേൾക്കാം. മോളാണ്. എത്രയായി മോള്? 1.5 വയസ്സേ ഉള്ളൂ. മോളുടെ പേരെന്താ? ഐറ ഫാത്തിമ. ഒരാളേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. ഓക്കെ അപ്പൊ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഇന്ന് എന്താണ് വീട്ടിൽ സ്പെഷ്യൽ? പുട്ട് ബിരിയാണിയോ? അല്ല, പുട്ടുണ്ടായിരുന്നു രാവിലെ, ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി ഇപ്പൊ ഉണ്ടാക്കി ഉച്ചയ്ക്കല്ലേ? ചിക്കൻ ബിരിയാണിയാണോ? അതെ. ഓ അടിപൊളി. ഓക്കെ അപ്പൊ ഏതാണ് നമ്പർ? 30 അല്ലേ? 30 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കളയാം ഷംനയ്ക്ക്. ഓക്കെ ലെറ്റ്സ് സീ. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് ഷംന. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഷംനയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആർക്കാണ് ആദ്യം കിട്ടാൻ പോകുന്നത്? ആദ്യത്തെ വിന്നർ ആരാണ്? ഒരു ഐഡിയ ഇല്ല, ആകെ മൊത്തം കൺഫ്യൂഷൻ അല്ലേ ഇതിൽ ഏതിലാണ് ഉള്ളതെന്ന്. നമുക്ക് നോക്കാം ഇനിയിപ്പോൾ നെക്സ്റ്റ് കോളറിന് കിട്ടുമോ എന്നൊക്കെ. എന്തായാലും അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഇതാരാണ്? പാലക്കാട്ട് രമണിയാണ്. രമണി. ഓക്കെ ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവ് മാത്രമുണ്ട്. ഭർത്താവിന്റെ പേരെന്താ? ഗോപിനാഥ്. ഓക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞു. ഓക്കെ ഏതാണ് നമ്പർ ചേച്ചി സെലക്ട് ചെയ്തത്? നമ്പർ 14. 14 അല്ലേ? ഓക്കെ 14 ഗോൾഡ് ഉണ്ടോ രമണി ചേച്ചിക്ക് എന്ന് നോക്കാം. ഓക്കെ ലെറ്റ്സ് സീ. 14 തുറക്കുമ്പോൾ അയ്യോ ഇല്ല, സാരില്ല കേട്ടോ. ഓക്കെ താങ്ക് യു, ബൈ. ഓക്കെ അപ്പൊ ഇതുവരെ നമുക്ക് ആർക്കും ഗോൾഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ഗോൾഡ് എവിടെയാണെന്ന് ആരും കണ്ടുപിടിച്ചില്ല. എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല,
തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും ഗോൾഡ് അടിച്ചിട്ടില്ല. ഇനി ഈ ബ്രേക്കിന് ശേഷം ആരൊക്കെ ഗോൾഡ് അടിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തായാലും അതിന് മുന്നേ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഓർണമെൻറ്റ്സിനെ പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഒത്തിരി എനിക്കിഷ്ടമായൊരു എന്താ പറയുക ഡിസൈനാണ്. നല്ല രസമുണ്ടല്ലേ, ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ആ ഒരു ഈ വൈറ്റ് സ്റ്റോൺസിനൊപ്പം ഈ ഒരു സ്റ്റോൺ വന്നപ്പോൾ എനിക്ക് ഡ്രസ്സിന് ഭയങ്കരമായിട്ട് മാച്ചായി. പിന്നെ ഇയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ഡിസൈനാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ് അല്ലേ. പ്ലസ് ബാംഗിൾസും അതേപോലെ ഒരു ഡിസൈനിലാണ് വരുന്നത്. എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എവിടെ നിന്നാണ്? ഇതൊക്കെ സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവരാത്രി ആയതുകൊണ്ട് തന്നെ ഓഫർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയതാണ്. ഒക്ടോബർ 2 വരെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ ഗോൾഡിന് 50% ആണ് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഡയമണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 12,000 റുപ്പീസ് ക്യാരറ്റിന് ഡിസ്കൗണ്ട് കിട്ടും. സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കിട്ടും. അടിപൊളി. അപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ട്, ഒന്നും മിസ് ചെയ്യരുത്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ഇതാരാണ്? ഞാൻ അനിൽകുമാർ, എറണാകുളത്ത് നിന്ന് അനിൽകുമാറാണ് വിളിക്കുന്നത്. അനിൽകുമാറാണ് വിളിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുള്ളത് ചേട്ടാ? വീട്ടിലെ വൈഫ്, 2 കുട്ടികള്. കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. യെസ് ഞാൻ ഓർക്കുന്നു. കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നേ? കുട്ടികള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും ട്വിൻസ് ഉള്ള അല്ലേ? ഓക്കെ. യെസ് ഓർക്കുന്നു. അപ്പൊ ഏതാണ് നമ്പർ? 63 63 അല്ലേ? 63 പറയാൻ എന്തെങ്കിലും പ്രത്യേകത? കഴിഞ്ഞ തവണ 63 ആണോ പറഞ്ഞേ? ഇല്ല, കഴിഞ്ഞ തവണ എന്റെ വൈഫാ വിളിച്ചത്. 52 എന്താ പറഞ്ഞത്? ഓക്കെ 63 ഇത്തവണ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ റെഡി? അയ്യോ ഇല്ല, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ അനിൽകുമാറിനും കിട്ടിയിട്ടില്ല. അനിൽകുമാറും ഇടയ്ക്ക് വിളിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. എന്തായാലും ദിസ് ടൈമും കിട്ടിയിട്ടില്ല. സാരമില്ല, വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളറിന് ലക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ വിന്നർ ആരാണ് ഇവിടെ അല്ലേ? അതാണ് എനിക്കറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? എന്താണ് പേര്? അഞ്ജു. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കൊല്ലത്തുനിന്ന്. എന്താ ചെയ്യുന്ന അഞ്ജു? ഞാൻ വർക്ക് ചെയ്യാണ് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം. അപ്പൊ കൊല്ലത്തുനിന്ന് പോയി വരുമോ? ഇല്ല, ഹോസ്റ്റലിൽ നിൽക്കുന്നു. ഇപ്പൊ വീക്കെൻഡ് ആയിട്ട് വീട്ടിൽ പോയി? അതെ. ഓക്കെ. അപ്പോ യെസ്, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ അമ്മയും അച്ഛനും ഹസ്ബൻഡും. ഓക്കെ. അപ്പോ യെസ്, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 80 അല്ലേ? 80 ഇല്ല, 18 അല്ലേ? ഓക്കെ, 18 ഗോൾഡ് ഉണ്ടോ അഞ്ജുനെന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, 18 ഗോൾഡ് ഉണ്ടോ? ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ. സാരല്ല. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അങ്ങനെ 18 ഗോൾഡ് ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ എടുത്ത് ഓർമ്മിപ്പിക്കേണ്ട കാര്യം, നമുക്കറിയാം വാട്സപ്പിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓഫറുണ്ട്. പക്ഷേ നിങ്ങൾ അതിലോട്ട് വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ ആരും എടുക്കില്ല. കാര്യം വാട്സപ്പിൽ മെസ്സേജിന് മാത്രമേ ഉള്ള ഒരു ഓപ്ഷനുള്ളൂ. വാട്സപ്പ് കോൾ ചെയ്യാണ്ടിരിക്കുക. ആ നമ്പറിൽ കോൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കുക. അതിലോട്ടും വാട്സപ്പ് കോൾ വിളിക്കരുത്. അല്ലാണ്ടുള്ള കോൾ തന്നെ ചെയ്യുക. പിന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതിൽ കോളും ചെയ്യരുത്. കൺഫ്യൂസ്ഡ് ആയില്ലല്ലോ അല്ലേ? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം വിളിക്കുക, അത്രേ ഉള്ളൂ. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിൽ മാത്രം വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഒന്നുകൂടെ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ പറഞ്ഞുതരാം. 8086011443. ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ അയക്കാം. ഓക്കെ, അങ്ങനെയും പങ്കെടുക്കാം. പിന്നെ 12:45 വരെ മാത്രമേ വാട്സപ്പ് ടൈം ഉള്ളൂ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ,
ഹലോ. ഹായ്, ഇതാരാണ്? എന്റെ പേര് ജിതിൻ എന്നാണ്. എന്താണ് പേര്? ജിതിൻ. ജിതിൻ. ഓക്കെ, ജിതിൻ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കോട്ടയം ചിങ്ങവനത്തുനിന്ന്. കോട്ടയത്ത് നിന്നാണ്. ഓക്കെ, ജിതിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ ഭാര്യ, ഒരു മോനും ആൺകൊച്ചാണ്. പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ? 1ാം ക്ലാസ്സിൽ. എന്താ പേര് ജിതിന്റെ മോന്റെ? ജെർമിറ്റസ്. വാവ്, അടിപൊളി പേരാണല്ലോ. പവറാണ് പേര് കേൾക്കുമ്പോ തന്നെ. ഓക്കെ, അപ്പൊ ജിതിൻ സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? എന്താണ് സൺഡേ ആയിട്ട് പരിപാടി? സൺഡേ ആയിട്ട് പള്ളിയിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ചിലുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കുന്നു. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ലഞ്ചിന്? ലഞ്ചില് നല്ല വാള കിട്ടിയായിരുന്നു. വാളക്കറിയാണിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഏതാണ് നമ്പർ? കപ്പയും വാളയും കൂടെ. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ? 39 അല്ലേ? 39. ഓക്കെ, 39ല് ജിതിന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. നോക്കട്ടെ, 39ൽ ഗോൾഡ് ഉണ്ടോ? ഓക്കെ, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, ചേട്ടൻ വളരെ സ്മാർട്ടായിരുന്നു. നല്ല ഉറക്കെയല്ലേ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. എന്തായാലും അതുപോലെ തന്നെ സ്മാർട്ടായിട്ട് ഇരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്തായാലും നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇനി ഒരുപാട് ബോക്സസ് ഓപ്പൺ ആക്കാനുണ്ട്. എന്തായാലും നെക്സ്റ്റ് കോളർ ഏത് നമ്പറാണ് പറയാൻ പോകുന്നതെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, എന്താണ് പേര് ചേച്ചി? പേര് ഷെജീന. ഷെജീന, എവിടെയാണ് സ്ഥലം? പത്തനംതിട്ട. ഓക്കെ ഓക്കെ, ചേച്ചി ഏത് നമ്പറാ ചൂസ് ചെയ്തത്? ചൂസ് ചെയ്യുന്നത് 42 അല്ലേ? തുറന്നു നോക്കട്ടെ ഞാൻ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് 2 മക്കള്, ഹസ്ബൻഡ്. ഇതിനു മുമ്പേ വിളിച്ചിട്ടുണ്ട്. പണ്ട് വിളിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, എല്ലാരും ഉണ്ട്. എല്ലാരും ടി വി ഒക്കെ കാണുവാണോ? ആണ്. 42 ഉണ്ടാവോ ചേച്ചി? എന്തുകൊണ്ടാ 42 സെലക്ട് ചെയ്തത്? വെറുതെ എല്ലാ നമ്പരും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ 42 ഒന്ന് നോക്കിക്കളയാന്നല്ലേ. ഇന്ന് ലക്ക് 42 ഉണ്ടോ നമുക്കൊന്ന് അറിഞ്ഞു കളയാം. നോക്കാം. ലെറ്റ്സ് സീ, 42ൽ ഗോൾഡ് ഉണ്ടോ ഷെജീന ചേച്ചിക്ക്? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഇപ്പൊ സൗണ്ട് ഒക്കെ പുറത്ത് വന്നു. അതാരാ ചിരിക്കുന്നേ? പൊട്ടിച്ചിരിക്കുന്നേ? അവള് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചത് കേട്ടോ. ആണോ? കുഞ്ഞുമോളാണോ? കൊച്ചുമോളാണോ? മോള് 8ൽ പഠിക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എനിക്ക് വയ്യ, ഒരു രക്ഷയില്ലാത്ത ചിരിയാണല്ലോ ആളുടെ. പേരെന്താണ് കൊച്ചുമോളുടെ? പേര് സയാന ഫാത്തിമ, മോൻ അല്ലമി. സയാന കിട്ടിയല്ലോ ഗോൾഡ്. സയാനക്കുള്ളയാണോ അത്? ആണല്ലേ? ഓക്കെ, അടിപൊളി. എന്തായാലും ഇന്ന് വിളിച്ചത് കറക്റ്റ് ആയി, നന്നായി. സ്വർണം കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഇതുപോലെ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വിളിക്കും, അങ്ങോട്ട് വിളിക്കും. എല്ലാം കണക്ട് ചെയ്തോളും. സ്വർണം വീട്ടിലെത്തിക്കോളും. ഓക്കെ, ടാറ്റാ, ബൈ. ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ് അവിടെ. ഓക്കെ, അടിപൊളി. എന്തായാലും സയാന പറഞ്ഞുകൊണ്ട് വിളിച്ചു, അതുകൊണ്ട് കിട്ടി അല്ലേ? ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും നമ്മുടെ ഫസ്റ്റ് വിന്നറാണ് ഇന്നത്തെ ദിവസത്തെ. കൺഗ്രാറ്റുലേഷൻസ് ഒരിക്കൽ കൂടി. നമ്മൾ കാത്തിരുന്ന ആ ഒരു നമ്പർ അതായിരുന്നല്ലേ? ആ നമ്പറിൽ ഗോൾഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് നിന്നൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 40 ആ ഒരു സീരീസിൽ തന്നെ കുറേ നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നേരത്തെ ഗോൾഡ് ഉള്ള ബോക്സ് തുറന്നില്ല. ഇപ്പോഴാണ് ആ ഒരു ഭാഗ്യമുള്ള ആൾ വിളിച്ചത് അല്ലേ? ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ ഭാഗ്യമുള്ള ആൾ വിളിച്ചത്. എന്നാലും നമുക്ക് ഇനി നെക്സ്റ്റ് കോളറിന്റെ ലക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഹലോ ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ധാരാണ്? ഹലോ ഹലോ, നമസ്കാരം. പേരെന്താണ്? ഹലോ, സാംബശിവൻ. സാംബശിവൻ, ടിവിയിൽ നോക്കി സംസാരിക്കല്ലേ. ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെന്നാ വിളിക്കുന്നത് സാംബശിവൻ? തിരുമല, ജയനഗർ. എവിടെയാണ്? തിരുമല. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നേ?
ഇലക്ട്രിക്കൽ കോൺട്രാക്ടറോ. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ്. ഓക്കെ ചേട്ടാ, ഏതാണ് നമ്പർ? 70. 70 ഏറ്റവും ലാസ്റ്റ് നമ്പർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കളയാം ലാസ്റ്റ് നമ്പറിൽ ഗോൾഡ് ഉണ്ടോ സാംബശിവൻ ചേട്ടനെന്ന് നോക്കട്ടെ. 70 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല, സോറി കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ, 70 ഗോൾഡ് ഇല്ല. നമുക്ക് ഈ 70 ഒക്കെ ഇങ്ങനെ സൈഡിലിരിക്കുന്ന കാണുമ്പോൾ ഇനി അതിലാണോ ഗോൾഡ് എന്ന് തോന്നുമല്ലേ ചില സമയങ്ങളിൽ. ചില ദിവസങ്ങളിൽ 70 ഗോൾഡ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇന്ന് 70 ഗോൾഡ് ഇല്ല. സാരമില്ല, വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇപ്പം നമുക്ക് തൊട്ട് മുന്നേ ഒരു വിന്നർ ആയതേ ഉള്ളൂ അല്ലേ. ഇനിയും വിന്നേഴ്സ് വരണം, കാര്യം മൾട്ടിപ്പിൾ ബോക്സുകളിലാണ് ഗോൾഡ് ഉള്ളത്. നിങ്ങൾക്ക് കോളിലൂടെയും വാട്സപ്പിലൂടെയും പങ്കെടുക്കാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, വാട്സപ്പിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ 8086014443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് രാധിക. രാധിക രാധിക ചേച്ചി, ആദ്യം തന്നെ ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. ഓക്കെ 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 ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തിരുമലയിൽ നിന്നാണ്. തിരുമലയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഹസ്ബൻഡും മോനും ഉണ്ട്. മോൻ എന്ത് ചെയ്യുന്നു? മോൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടില്? ഇല്ല ഇല്ല ഇല്ല, ഒരു സ്പെഷ്യലും ഇല്ല. ഒരു സ്പെഷ്യലും ഇല്ല. ഇതിനു മുന്നേ വിളിച്ച സാംബശിവൻ ചേട്ടന്റെ ആരെങ്കിലും ആണോ? അല്ലല്ല, തൊട്ട് മുന്നത്തെ കോള് തിരുമലയെന്നായിരുന്നു. അതിന്റെ അടുത്താണ്. അടുത്താണ്, നിങ്ങൾക്ക് അറിയാം, നെയ്ബേഴ്സ് ആണ്. ആളിനെ അറിയില്ല. ആളിനെ അറിയില്ല, തിരുമലയാണ് അല്ലേ? ഓക്കെ 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 ചേച്ചി, ഏതാണ് നമ്പർ? 47 അല്ലേ? 47 പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല, വെറുതെ കണ്ടപ്പോ തോന്നി അല്ലേ? ഒരു ഏകദേശം ഈ ഏരിയയിൽ ഒരു നമ്പർ ഇരിപ്പുണ്ട്, അതങ്ങ് പറഞ്ഞേക്കാന്ന് തോന്നി ചേച്ചി പറഞ്ഞാണ്. നമുക്ക് നോക്കാം 47 ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, അയ്യോ ഇല്ല ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ, സാരമില്ല. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ ബൈ. എന്തായാലും ഇന്ന് 40 ആ ഒരു സീരീസ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്ടത്തിനൊരു കുറവും പറയാൻ തോന്നിയില്ല, കാര്യം 42 ഗോൾഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു നമ്പർ 40, 42 പോയി, 43, 45, 47, 48 ഈ നമ്പേഴ്സ് എല്ലാം പോയി. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഓപ്പൺ ചെയ്യാനുണ്ട് അല്ലേ. പക്ഷെ ആ ഒരു റോയിലാണ് കൂടുതലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ, ഓരോ ദിവസത്തെ നമ്മുടെ തോന്നലുകൾ. അതിൽ ചിലപ്പോൾ ലക്ക് ഉണ്ടാവും, ചിലപ്പോൾ അന്നത്തെ ആ ഒരു മൊമെൻറ്റിൽ ലക്ക് ഉണ്ടായി എന്ന് വരില്ല. എല്ലാം നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ ടൈം പോലെയാണ്. പക്ഷെ ട്രൈ ചെയ്യുക, ഒരിക്കലും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. വിളിക്കുക, പങ്കെടുക്കുക, ഈസിയാണ്. നിങ്ങൾ ഒരു നമ്പർ ചൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്താ? ജെൻസൺ അല്ലേ? ഓക്കെ ജെൻസൺ, ടി വി ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ നോക്കി കേട്ട് സംസാരിക്കണേ. ഓക്കെ, ഏതാണ് നമ്പർ ജെൻസൺ? 21. എവിടുന്നാ വിളിക്കുന്നത് ജെൻസൺ? ഓക്കെ ഓക്കെ, നോക്കട്ടെ 21 ഗോൾഡ് ഉണ്ടോന്ന് നോക്കുകയാണ്. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരില്ല കേട്ടോ. അപ്പോൾ ജെൻസന് ഈ ഒരു മൊമെൻറ്റിൽ ലക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. ചിലപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റിൽ ലക്ക് വന്നെന്നിരിക്കും. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ബോക്സുകൾ നമ്മൾ ഓപ്പൺ ആക്കി, അതിൽ ഒരു വിന്നറിനെ നമുക്ക് കിട്ടി. ഷെജീന അല്ലേ? ഷെജീന 42 ആണ് പറഞ്ഞത്. 42 ഗോൾഡ് ഉണ്ടായിരുന്നു. ഇനി മുന്നേ ഒക്കെ വിളിച്ചിട്ടുള്ള ആളാണ്. ദിസ് ടൈം ഗോൾഡ് അടിച്ചിരിക്കുകയാണ്. സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ഹലോ, പൊത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഷിനു. എവിടുന്നാ വിളിക്കുന്നേ? പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ. പത്തനംതിട്ടയിൽ നിന്നാണ്. എന്താ ചെയ്യുന്നത് ഷിനു? ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുക ലോജിസ്റ്റിക്സ്. എന്താ ലോജിസ്റ്റിക്സ് പഠിക്കുന്നു? അതെ അതെ അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അമ്മമ്മ. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം കോളേജിലല്ലേ ഷിനു? നിങ്ങൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ? ഉണ്ട് 11 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അനിയനെ വാവെ പോലാണോ കൊണ്ട് നടക്കുന്നത്, അതോ അങ്ങനെയൊന്നുമില്ല വഴക്കാണോ?
ഓ വഴക്കൊന്നുമില്ല. വഴക്കൊന്നുമില്ല. റെസ്പെക്ട് ഒക്കെ തരുന്നുണ്ടോ ഷിനുവിന് അനിയൻ? ഓ ഇല്ല. അതും ഇല്ല അല്ലേ? ഇല്ലായിട്ടൊന്നുമില്ല. എടാ ഇത്രയും വയസ്സ് മൂത്തതാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല അല്ലേ? വിലയില്ല അതൊക്കെ. ഓക്കെ, ഏതാണ് നമ്പർ? 64. 64 അല്ലേ? ഓക്കെ, 64ൽ ഉണ്ടോ ഗോൾഡ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, നോക്കട്ടെ, നോക്കുവാണേ. Let's see 64. അയ്യോ ഇല്ല, സാരമില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം ഗോൾഡ് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ബൈ. അപ്പോൾ ഷിനുവിനും ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിന്നറിനെ കിട്ടിയിട്ടുള്ളൂ. അടുത്ത വിന്നർ എവിടെയോ ഇരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വർണ്ണം നമുക്ക് തന്നു വിടായിരുന്നു. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് തരാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വിളിക്കുക പ്ലീസ്, ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാര്യം നിങ്ങൾ വിളിച്ചാലേ നമുക്ക് സ്വർണ്ണമുള്ള ബോക്സ് കണ്ടെത്താൻ പറ്റൂ. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് പ്രശാന്ത്, കൊല്ലം കരുനാഗപ്പള്ളി. അടിപൊളി, പേരും സ്ഥലവും ഒക്കെ ഒറ്റ അടിക്ക് അങ്ങ് പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? വീട്ടിലെ അച്ഛൻ, അമ്മ, പെങ്ങള്, ചേട്ടൻ. ഓ യെസ്, 3 പേരല്ലേ നിങ്ങള്? എന്താ ചെയ്യുന്ന പ്രശാന്ത്? എന്റെ പേര് അപ്പോൾസറി പണിയാണ്. ഓക്കെ, നിങ്ങൾ 3 വീട്ടിലാണല്ലേ? ആ ഓക്കെ ഓക്കെ, എന്താ ചെയ്യുന്ന പ്രശാന്ത്? എന്താ ചെയ്യുന്നേ? അപ്പോൾസറിയുടെ പണിയാ, കരുനാഗപ്പള്ളി തന്നെയാണ്. ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഏത് നമ്പർ അതിന് ചൂസ് ചെയ്തിരിക്കുന്നേ? 22. 22. ഓക്കെ, 22ല് ഗോൾഡ് ഉണ്ടോ പ്രശാന്തിനെന്ന് നോക്കിക്കളയാം. നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, യെസ്, കിട്ടിയിട്ടില്ല സ്വർണം ഇതുവരെ. സോ സാരമില്ല, വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് വിന്നേഴ്സിനെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാൻ ഒരു ചാൻസ് ഉണ്ട്. വാട്സപ്പിൽ അയക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:45 വരെ മാത്രമേ നിങ്ങൾക്ക് അയക്കാനുള്ളൊരു സമയമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അയക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സുരേഷ് കുമാർ. സുരേഷ് കുമാർ, എവിടെ നിന്നാ വിളിക്കുന്നേ? ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? കൊടപ്പനക്കുന്ന്. കൊടപ്പനക്കുന്ന്. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫും മോളും. വൈഫും മോളും. ഒന്നുകൂടെ പേര് പറയോ? സുരേഷ് കുമാർ. സുരേഷ് കുമാർ. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്യുന്നത്. നമ്പർ ചൂസ് ചെയ്തോ ചേട്ടൻ? 51 അല്ലേ? ഓക്കെ, നോക്കിക്കളയാം. 51ല് ഗോൾഡ് ഉണ്ടോ സുരേഷ് കുമാറിനെന്ന് നോക്കാം. നോക്കട്ടെ, 51ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല, സോറി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ. സോ സുരേഷ് കുമാർ ചേട്ടനും കിട്ടിയിട്ടില്ല. ഇനി കിട്ടേണ്ട ആള് ഇനി വിളിക്കണം അല്ലേ, അല്ലെങ്കിൽ ഇനി വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. എന്തായാലും ഒരു വിന്നറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കോളിലൂടെ. ഇനിയും കോളിലൂടെയും കിട്ടണം, വാട്സപ്പിലൂടെയും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ കോളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലേക്ക് പോകാനുള്ള സമയമായി. ഹലോ ഹലോ, ഇതാരാണ്? ഹായ്. ഹലോ ഹലോ, ഇതാരാണ്? സുബിത. എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര. കൊട്ടാരക്കരയെന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട് സുബിത? വീട്ടിലെ അച്ഛൻ, അമ്മ, അണ്ണൻ, അണ്ണന്റെ കുഞ്ഞ്, ചേച്ചി. അച്ഛൻ, അമ്മ, അണ്ണൻ, ബ്രദർ, കുഞ്ഞ്. ഓക്കെ, അപ്പോ പേരൊന്നുകൂടെ പറയോ? ശോഭിത എന്നല്ലേ? അല്ല, സുബിത. സുബിത എന്താ ചെയ്യുന്നേ? ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ചേട്ടന്റെ കുഞ്ഞ് എത്രയായി? മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ആളുടെ കയ്യിൽ തന്നെയാണോ എപ്പോഴും? ആണ്, തലയിലാണ് എപ്പോഴും? ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഉണ്ടോ? കുസൃതിയാണോ? കുസൃതിയാണ്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 16. 16 പറയാൻ എന്തെങ്കിലും കാര്യമുണ്ടോ?
ഇല്ല ഇല്ല അതിങ്ങനെ ഒറ്റപ്പെട്ട് നിന്ന സംഖ്യ ആയതുകൊണ്ട് മാത്രം പറഞ്ഞത്. ഒറ്റപ്പെട്ട് നിൽക്കുന്നോണ്ട് അതിനെ അങ്ങ് രക്ഷപ്പെടുത്തി കളയാന്ന് ആ ഒരു മനസ്സുണ്ടല്ലോ. എനിക്ക് വയ്യ. ഓക്കെ, 16 നമുക്ക് നോക്കാം ഗോൾഡ് ഉണ്ടോ അല്ലെ. ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ ഗോൾഡ് ഉണ്ട് എന്ന്. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം ഉണ്ടോ ഇല്ലയോ എന്ന്. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ, ചുമ്മാതല്ല ഒറ്റപ്പെട്ടതെന്നൊക്കെ. സാരമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ഗോൾഡ് ഒപ്പിക്കണം. താങ്ക് യു, ബൈ. അപ്പോൾ ഗോൾഡ് അവിടെയും കിട്ടിയിട്ടില്ല അല്ലേ. നമുക്ക് ചില നമ്പേഴ്സ് കാണുമ്പോൾ അങ്ങനെ തോന്നും ആ 16 അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന കണ്ട ആരായാലും തുറക്കണമെന്ന് തോന്നും. കാര്യം ചിലപ്പോൾ അത് ഗോൾഡ് ഉണ്ടാവും തോന്നും. പക്ഷേ ദിസ് ടൈം അതിൽ ഗോൾഡ് ഇല്ല. ഇതിലെവിടെയോ ഉണ്ട്. അത് നമ്മുടെ ഇതിനകത്ത് വെച്ച പ്രൊഡ്യൂസറിന് മാത്രമേ അറിയൂ. ഇവിടെ ആർക്കും പറയത്തില്ല കേട്ടോ, സീക്രട്ടായിട്ട് കൊണ്ട് അതിനകത്ത് വെക്കുന്നതാണ്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ, ഹായ്, ഇതാരാണ്? സോമലത, കൊല്ലത്തുനിന്ന്. സോമലത അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട് ചേച്ചി? വീട്ടിൽ മോനും ഉണ്ട്, ഞാനും ഉണ്ട്. മോളെ കെട്ടിച്ച് വേറെ താമസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. മോൻ എന്താ ചെയ്യുന്നേ? മോന് ടൈൽസിന്റെ വർക്ക്. ടൈൽസിന്റെ വർക്ക്. ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ? 62. 62 അവിടെ ഉണ്ട്, പോയിട്ടില്ല. 62 ഇനി ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. നോക്കട്ടെ. 62. അയ്യോ ഇല്ല ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇനിയും വിളിക്കണം. താങ്ക് യു, ബൈ. സോ എനിക്ക് തോന്നുന്നു ഒരു 40s ഒരു ഇമ്പോർട്ടൻസിന് ശേഷം ആ 10 to 20 വരെയുള്ള ആ ഒരു റോക്ക് ഒരു ഇമ്പോർട്ടൻസ് തോന്നുന്നു. അതിന് ശേഷം എനിക്കൊന്ന് 60ക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഏതിലാണ് ഉള്ളതെന്നൊന്നും അറിയില്ല. നമ്മുടെ ആ അപ്പോഴത്തെ ഒരു ഇൻറ്റ്യൂഷനിലാണ് നമ്മൾ വിളിച്ച് പറയുന്നത്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ. ഹായ്. ഹലോ. ഹലോ, ഇതാരാണ്? ഹലോ. ഹലോ, പേരെന്താണ്? ജാസ്മിൻ. ജാസ്നി, ടിവിയുടെ വോളിയം കുറയ്ക്കണം. ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണേ. ഓക്കെ. ജാസ്നി എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, ഹസ്ബൻഡ്, പിന്നെ 2 മക്കള്. ആഹാ, മക്കളൊക്കെ വലിയ കുട്ടികളാണോ, കൊച്ചുകുട്ടികളാണോ? ഒരാൾ LKG, ഒരാൾക്ക് 10 മാസം. അയ്യോ, കൊച്ചു പാവകളാ മക്കളല്ലേ. എങ്ങനെ കുഞ്ഞു ബേബി എങ്ങനെയുണ്ട് ഇപ്പോ? എന്താ പറയാ, നടക്കാനൊക്കെ തുടങ്ങിയോ? പിടിച്ച് ചെറുതായിട്ട് നിക്കും. ഓക്കെ, ഈ സമയമാണ് ടെൻഷൻ അല്ലേ? വീഴുവോന്നല്ലേ? പുറകെ നടക്കണം, സമയമില്ല. അപ്പൊ മൂത്താളെങ്ങനെ? LKG കുട്ടി എങ്ങനെയാ? അയാള് കുഴപ്പമില്ല, നല്ല നിർബന്ധമാണ്. ആണ്. സാരമില്ല, കുറച്ചും കൂടെ ഒന്ന് വലുതായി കഴിയുമ്പോ കുറച്ചുകൂടെ തിരക്കായിക്കോളും. ഓക്കെ, ഏതാണ് നമ്പർ? 33 36 3 6 36 36 അല്ലേ? ഓക്കെ, ലെറ്റ്സ് 36 ഗോൾഡ് ഉണ്ടോ? അവിടെ ബഹളം തുടങ്ങി രണ്ടുപേരും. എന്തായാലും നമുക്ക് നോക്കാം 36 ഗോൾഡ് ഉണ്ടോന്ന്. അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ. ഭയങ്കര ബിസി ആയിട്ടുള്ള അമ്മയാണ്. LKGയും 10 മാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ആ വീട്ടിലൊരു ബഹളവും തിരക്കും ഒക്കെ അല്ലേ. 2 പേർക്കും അറ്റൻഷനും വേണം അല്ലേ. 2 പേർക്കും എന്താ പറയുക, കൊടുക്കാതിരിക്കാനും പറ്റില്ല അറ്റൻഷൻ. ആ പ്രായമാണ്. ഭയങ്കര ടഫായിരിക്കും അല്ലേ അമ്മയ്ക്ക്. എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? ഞാൻ അജിമോൻ. എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ കൊല്ലം. അഞ്ചാലുമൂട്. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനോടുമാണ്, നിങ്ങൾ ഇനി വാട്സപ്പിൽ മെസ്സേജ് അയക്കണ്ട, നിങ്ങൾക്ക് വിളിച്ച് പങ്കെടുക്കാം കേട്ടോ. ഓക്കെ അജിമോൻ. വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടിൽ മോളുണ്ട്, മോനുണ്ട്, വൈഫുണ്ട്. എന്താ ചെയ്യുന്നത് അജിമോൻ? ഞാൻ ഡ്രൈവറാണ്, KSRTC. ഓക്കെ, മക്കളൊക്കെ എത്രാം ക്ലാസ്സിലായി? മോന 9 പഠിക്കുന്നു, മോള് 7. മോളടുത്തുണ്ട്. ഉണ്ട്. എന്താണ് പേര് മോളുടെ? മോള് പേര് അനുസ്വര. ചിന്നു വിളിക്കും. ചിന്നു എന്ന് വീട്ടിൽ വിളിക്കും. മോന്റെയോ? മോന്റെ അതിൻദേവ്, പൊന്നൂസും ചിന്നൂസും ആണ് വീട്ടിലുള്ളത് അല്ലേ? ഓക്കെ. ഏതാണ് നമ്പർ? ഞാൻ 27 27 അല്ലേ? 27 ഗോൾഡ് ഉണ്ടോന്ന് നോക്കാവേ.
ഓക്കെ 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 Okay, let's see 27. നോക്കട്ടെ. അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ 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 താങ്ക് യു ബൈ. ഓക്കെ എന്തായാലും ചിന്നൂസിനും പൊന്നൂസിനും ഇന്ന് കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ഈ എപ്പിസോഡിൽ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിന്നറിനെയാണ് കിട്ടിയത്, അല്ലേ ഷെജീന? ഇനിയും വിന്നേഴ്സിനെ കിട്ടണം. അപ്പോൾ ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. എന്തായാലും അതിന് മുന്നേ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ സ്വർണ്ണത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ ഓർണമെന്റ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഡയമണ്ട്സും അല്ലാണ്ടൊരു കളർ സ്റ്റോണും ഉണ്ട്. എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. എൻ്റെ ഈ ഡ്രസ്സിന് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിളും ആണ്, അതാണ് എടുത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ ഇയറിങ് നോക്കി, ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഈ ബാങ്കിൾ പിന്നെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ കയ്യിലൂടെ കയറാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. സോ അടിപൊളിയായിട്ടുണ്ട് എല്ലാ ഡിസൈൻസും. ഇതൊക്കെ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ളതാണ്. ഇതെടുത്ത് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ഒരു നവരാത്രിയോട് അനുബന്ധിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയതാണ്, ഒക്ടോബർ 2 വരെ ഉണ്ട്. മിസ് ചെയ്യരുത്. പിന്നെ സ്വർണ്ണത്തിന് പണിക്കൂലിക്ക് 50% ഓഫർ, 50% ഡിസ്കൗണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ടിന് ക്യാരറ്റിന് 12,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. പ്ലസ് സ്വർണ്ണ നാണയം സമ്മാനമായിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്, മിസ് ചെയ്യരുത്. ഓക്കെ, സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, നമസ്കാരം. ധാരാണ്? മുംതാസ് ആണ്. മുംതാസ്, എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്ത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ചേട്ടനുണ്ട്, 2 മക്കള്. ചേട്ടൻ 2 മക്കളും ഉണ്ട്. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് തീരു മുഹമ്മദ്. ആഹാ, എന്താ ചെയ്യുന്നേ? ചേട്ടൻ കോൺട്രാക്ടർ പണിയാണ്. ഓക്കെ ഓക്കെ. മക്കളൊക്കെയോ? മക്കള് മൂത്ത മോള് +1 പഠിക്കുന്നു, മോൻ 9ാം ക്ലാസ്സിൽ. ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 25. 25 അല്ലേ? 25 നമുക്ക് നോക്കിക്കളയാം. വിളിക്കുന്നതാണ്. ആണല്ലേ? അതിന്റെ ഒരു ടെൻഷൻ ചേച്ചിയുടെ ആ ഒരു സൗണ്ടിൽ കാണാം. ഇങ്ങനെ ചേച്ചി ശ്വാസം പെട്ടെന്ന് എടുക്കുന്നു. ഭയങ്കര സന്തോഷമായി കിട്ടിയതിന്. ആണല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം ചേച്ചിയോട് സംസാരിച്ചപ്പോ. വീട്ടിലെല്ലാരും അന്വേഷിച്ചെന്ന് പറയണം. ഓക്കെ, എനിക്ക് സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ഓക്കെ, തുറന്നു നോക്കട്ടെ ഞാൻ. 25 അല്ലേ നമ്പർ? 25. ഓക്കെ, 25 നമുക്ക് നോക്കിക്കളയാം. ഗോൾഡ് ഉണ്ടോ 25? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ കോളിംഗ്. ടാറ്റാ. ഓക്കെ ചേച്ചി, ഭയങ്കര ആ സംസാരത്തിൽ തന്നെ നമുക്ക് ആ ഒരു ടെൻഷനും സന്തോഷമൊക്കെ അറിയായിരുന്നു. നേരത്തെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലായി ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇനിയും ട്രൈ ചെയ്യുക കേട്ടോ. ഇത് ആദ്യമായിട്ടല്ലേ കിട്ടിയത്, ഇനിയും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും കിട്ടാതെ ഇരിക്കില്ല. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ യെസ്, വാട്സപ്പിൽ ഇനി അയക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വാട്സപ്പ് വിന്നേഴ്സിന് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ഇതാരാണ്? വസന്തകുമാരി. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എവിടുന്നായിരുന്നു ചേച്ചി വിളിക്കുന്നേ? കണിയാപുരം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന വസന്തകുമാരി ചേച്ചിയാണോ? അല്ല, ഇത് വേറെ വസന്തകുമാരിയാണ്. ആദ്യമായിട്ടാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോ ഏത് നമ്പറാ ഇന്ന് സെലക്ട് ചെയ്തേ?
56. 56. 56 അല്ലേ? 56 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 56 അല്ലേ? 56. അതെ അതെ. ഓക്കെ, തുറക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഇല്ല. അയ്യോ സാരമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. അയ്യോ വിഷമായി, പക്ഷെ സാരമില്ല. നമുക്ക് ഇനിയും വിളിക്കാനുള്ള അവസരമുണ്ട്. ഇനിയും സൺഡേസിൽ നമ്മുടെ സ്വർണ്ണവർഷം വരും. ഇനിയും സ്വർണ്ണ നാണയങ്ങൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് തരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ വിളിച്ചുകൊണ്ടേയിരിക്കുക, പങ്കെടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഫോണിൽ ഒന്ന് വിളിക്കുക, നമ്പർ പറയുക, അത്ര മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, ഹായ്, നമസ്കാരം. ഇതാരാണ്? വിനീത. ഗീത. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം വെള്ളായണി. വെള്ളായണി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാനും ഹസ്ബൻഡും മോനും 2 പെൺമക്കളെ കെട്ടിച്ചയച്ചു. ഓ, 3 മക്കളാണല്ലോ അല്ലേ? ഓക്കെ, സ്വർണ്ണമൊക്കെ ഇഷ്ടമാണോ ചേച്ചിക്ക്? സ്വർണ്ണ ഇഷ്ടം തന്നെ. വാങ്ങിക്കാറൊക്കെ ഉണ്ടോ? വാങ്ങിക്കാറൊക്കെ ഉണ്ടോ സ്വർണം? ഇപ്പൊ കുറവാണെന്നല്ലേ? മക്കളെ കല്യാണത്തിന് വാങ്ങിച്ചു, അതിനുശേഷം വാങ്ങിച്ചു. ഓക്കെ, എന്തായാലും ഇന്ന് നമുക്ക് സ്വർണം കിട്ടുമെന്ന് നോക്കാം. ഏതാണ് നമ്പർ? ചേച്ചി? നമ്പർ 37. 37 അല്ലേ? ഓക്കെ, 37 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, നോക്കുവാണേ. 37 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. അയ്യോ ഇല്ല, എനിക്ക് കിട്ടിയിട്ട് ഒരുപാട് നാളായി മക്കളെ. ആണോ? എന്നിട്ട് ഞാൻ എടുക്കണില്ലാന്ന് വിചാരിച്ചു മടിച്ചങ്ങ് വച്ചു പോണ്. വീട്ടിൽ വിളിച്ച പോണ് കിട്ടിയത്. ആണല്ലേ? അപ്പൊ മടുത്ത് വെക്കരുത്, ഇങ്ങനെയാണ് കണക്ട് ആവും എന്തായാലും. ഓക്കെ, ഇനിയും വിളിക്കണം കേട്ടോ ചേച്ചി. താങ്ക് യു മക്കളെ. ഓക്കെ, ടാറ്റാ. ഇങ്ങനെ സ്നേഹമുള്ള അമ്മയാണല്ലേ? അപ്പോൾ ഇങ്ങനെ മടുത്ത് വെക്കരുത്, ഇങ്ങനെയാണ് കണക്ട് ചെയ്യാൻ. ചില സമയങ്ങളിൽ ഒരു ഒറ്റ കോളിൽ തന്നെ കണക്ട് ആയിരിക്കും. ചില സമയം ഒരു 3, 4, 5 കോളൊക്കെ വേണ്ടി വരും. അതിപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നതല്ലേ. അപ്പം അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴേക്കും കണക്ട് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സാരമില്ല, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണേ. എന്തായാലും നമ്മൾ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? എന്റെ പേര് നന്ദു. നന്ദു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് നിന്നാണ്. എന്താ ചെയ്യുന്നത് നന്ദു? ഞാൻ ബിസിനസ് ചെയ്യാണ്, സോളാറിന്റെ ബിസിനസ് ചെയ്യാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അനിയത്തി ഉണ്ട്. അച്ഛൻ, അമ്മ, അനിയത്തി അല്ലേ? അനിയത്തിയുടെ പേരെന്താണ്? ഹലോ, അനിയത്തിയുടെ പേരെന്താണ്? നിമിഷ. എല്ലാരും ഉണ്ടോ വീട്ടില്? ഇന്ന് സൺഡേ ആയിട്ട് വീട്ടിൽ ഇരിക്കുകയാണോ? വീട്ടിലിരിക്കുകയാണ്. ഇന്ന് ലീവാണ്. എന്താണ് സൺഡേ പരിപാടി? സൺഡേ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല അല്ലേ? പുറത്തു പോകണം ഈവനിങ് ഒക്കെ ആകുമ്പോ. ഓക്കെ, ഏതാണ് നമ്പർ നന്ദു? 35. 35. 35 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ഒന്ന് നോക്കട്ടെ. 35 ഗോൾഡ് ഉണ്ടോ? നന്ദുവിന് ഗോൾഡ് ഉണ്ടോ നോക്കാം. അയ്യോ ഇല്ല. സാരമില്ല. താങ്ക്സ് ഫോർ കോളിംഗ്. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എന്തായാലും നമ്മുടെ ലാസ്റ്റ് കോളറിനായിരുന്നു. ലാസ്റ്റ് കോളറിനും കിട്ടിയിട്ടില്ല. ഒരു വിന്നറിനെ മാത്രമേ നമുക്ക് കോളിലൂടെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി വാട്സപ്പ് വിന്നേഴ്സിന്റെ സമയമാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് വിന്നറിനെ നമുക്ക് നോക്കാം. സോ 2 പേരാണ് ഇന്ന് വാട്സപ്പിലൂടെ വിൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തത് എറണാകുളത്ത് നിന്ന് ദൈവനന്ദയാണ് വിജയിച്ചിരിക്കുന്നത്. ദൈവനന്ദ പറഞ്ഞ നമ്പർ 12 ആണ്. ഓക്കെ, 12 നമുക്ക് നോക്കിക്കളയാം. 12 ഗോൾഡ് ഉണ്ടോ? ദൈവനന്ദ പറഞ്ഞ ശരിയാണോ? 12 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. സോ ഇത്രയും പേർക്ക് ഈ ഒരു ഫസ്റ്റ് ആ റോയൽ ഉണ്ടെന്ന് തോന്നിയതിൽ തെറ്റില്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വിന്നറിനെ നമുക്ക് നോക്കാം. അനഘ എസ് ആണ് വിന്നർ, വർക്കലയിൽ നിന്ന്. അനഘ പറഞ്ഞ നമ്പർ 69 ആണ്. നമുക്ക് തുറന്ന് നോക്കാം 69 ഗോൾഡ് ഉണ്ടോന്ന് നോക്കിക്കളയാം. ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്.
സോ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കിയേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു റോയിൽ തന്നെയാണ് കൂടുതലും ഗോൾഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റ്യൂഷൻസ് തെറ്റിയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അടുത്തൊക്കെ നിങ്ങൾ എത്തി, പക്ഷേ ആ ഒരു കറക്റ്റ് നമ്പറിലോട്ട് എത്തിയത് 3 പേര് മാത്രം എന്നുള്ളതാണ്. വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ ഈ ഒരു നവരാത്രി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു ടൈം നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.